ഞങ്ങൾ കടലിലൊക്കെ പോയിട്ട് നീന്തൽ ഞാൻ അറിഞ്ഞൂടാത്ത ഞാൻ കടലിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. ഞാൻ അന്നേ ഐ ട്രസ്റ്റ് ദിസ് പേഴ്സൺ. 4 ദിവസം കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഇഫ് ഐ സ്റ്റോപ്പ് വർക്കിംഗ് ഇൻ ദിസ് ഐ എം സ്റ്റിൽ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് നാലര സംഘം. കുറച്ച് പാടായിരിക്കും എന്നൊക്കെ തോന്നും. അതും ഇതൊരു സൈബർ പങ്ക് ആണ്. ലൈക്ക് ദ ടെക്നോളജി ഈസ് ഓൺ ദി ഹയർ സൈഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വെരി ലോ. അങ്ങനെ ഒരു സമയത്ത് ഈ ടെക്നോളജി നമ്മളെ തിന്നുന്നൊരവസ്ഥ വരുന്നൊരു സാഹചര്യത്തിലോട്ടുള്ള അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടികളാണ് ചെയ്തു വെച്ചത്. അതായത് നിങ്ങളിപ്പോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ എത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സമ്മതിക്കുമോ? ചിലപ്പോൾ ഇടി കിട്ടും. അഭിനയിക്കാൻ ആഗ്രഹിച്ചു കിടക്കുന്ന നമുക്ക് ഇങ്ങനെ ഭയങ്കര രസമുള്ള കഥകൾ പറയുന്ന ഒരാളെ കിട്ടി. ഞാൻ പിന്നെ അന്ന് പിടിച്ച പിടി ഞാൻ വിട്ടിട്ടില്ല. ഞാനത് ആവാസയോഗത്തില് ഞാൻ ഡണ്ണാണ്. ഇനി കിട്ടുന്ന എല്ലാം ബോണസ്. സ്ക്രിപ്റ്റ് വായിച്ചപ്പം ആവാസയോഗം വായിച്ച അതേ അവസ്ഥയായിരുന്നു എനിക്കിത് വായിച്ചപ്പോഴും. കാരണം ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ടാണ്. രാഹുൽ രാജഗോപാലും ശംഭുവാണ് ഇന്ന് ഇന്റർവ്യൂവിൽ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. മസ്തിഷ്ക മരണമാണ് ഏറ്റവും പുതിയ വിശേഷം. ഇപ്പൊ രാഹുലേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കൃഷാന്തിന്റെ സിനിമകളിലൂടെ തന്നെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ട്. ആവാസവ്യൂഹം മുതൽ ഇപ്പം റിലീസാവുന്ന മസ്തിഷ്ക മരണം വരെ കൂടെ ഉണ്ട്. ആവാസവ്യൂഹത്തിൽ തുടങ്ങി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും, ഞാൻ കഴിഞ്ഞ തവണ ഇന്റർവ്യൂവിലും ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് കൃഷാന്ത് സിനിമകളിലെ വ്യത്യസ്തത, എന്ത് വ്യത്യസ്തതയായിരിക്കും ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരു ചെറിയ കറക്ഷൻ, ആവാസയോഗം അല്ല. ഞങ്ങൾ അതിനു മുമ്പ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഭഗവതി കാവിലെ പാപികൾ ഘോഡ 22 എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലാണ്. അതൊരു 2014 എന്തോയിരുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അഭിനയിക്കാനുള്ള ആഗ്രഹം, പുള്ളിക്ക് ഫിലിം മേക്കിങ്ങിനോടുള്ള താല്പര്യം. ഞങ്ങൾ കടലിലൊക്കെ പോയിട്ട് നീന്തൽ ഞാൻ അറിഞ്ഞൂടാത്ത ഞാൻ കടലിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. ഞാൻ അന്നേ ഐ ട്രസ്റ്റ് ദിസ് പേഴ്സൺ. അപ്പം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50% പോലീസ് കഥാപാത്രങ്ങളാണ്. വേറെ പ്രശാന്തൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു തവണയെ പുള്ളി പോലീസ് ക്യാരക്ടർ തന്നിട്ടുള്ളൂ, 4 സംഘത്തിൽ. അതും ഞാൻ ചോദിച്ചു മേടിച്ചാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എന്നെ ആളുകൾ കാസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന രീതിയിലാണ് പുള്ളി എപ്പോഴും കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏതൊരു റിവ്യൂവിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. എന്തോ പുള്ളിക്ക് നിർബന്ധമുള്ള പോലെയാണ്. എന്നെ കൺവെൻഷനലി കാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ പുള്ളി കാസ്റ്റ് ചെയ്യില്ല. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ദ വൈൽഡസ്റ്റ് എന്നൊക്കെ പറയാവുന്നത് പടം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും എന്നെ ഇമാജിൻ ചെയ്യാത്ത, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും ഇന്ന ആളാണ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ടീസറോ ട്രെയിലറോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടർ, എന്നാൽ രസമുള്ളൊരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പടം കാണുക. അല്ലെങ്കിൽ എന്നെ എപ്പോഴും ആസ് എൻ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ബ്രദർ മെൻഡർ പോലെയൊക്കെ എനിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറെ അവസരങ്ങൾ വരുമ്പോഴും ഐ ഡിസ്കസ് ഇറ്റ് വിത്ത് ഹിം. അപ്പം ഞാനിത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഐ ടേക്ക് ഹിസ് ഇൻപുട്സ് ഓൾവേസ്. അപ്പം ഇതാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പം ഹി വോണ്ട്സ് മീ ടു ഡു ഗുഡ്. അപ്പം അത് അങ്ങനെ ഒരാൾ നമുക്കുള്ളത് ഭയങ്കര ഭാഗ്യമല്ലേ. ഐ മീൻ നമ്മൾ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ കൂടെയുള്ള ആളുകളൊക്കെ നന്നായിട്ട് നല്ല വർക്ക് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കൊരു നിർബന്ധമുണ്ട്. അതെ. ഇപ്പം ഈ കൃഷാന്ത് സിനിമകളുടെ ഒരു പ്രത്യേകത, ഒരു സിനിമയിൽ കണ്ട മുഖങ്ങൾ അടുത്ത സിനിമയിലും കാണും. ഇപ്പം 4 സംഘത്തിൽ ശംഭുവിനെ കണ്ടു, അത് കഴിഞ്ഞ് ഇതിലും ഉണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾക്കിനെ അറിയായിരുന്നു. വീണ്ടും നല്ല നമ്മൾ ട്രെയിലർ ടീച്ചറൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോള് തന്നെയാണ്. എന്താണ് കഥാപാത്രത്തിനെ പറ്റി പറയാനുള്ളത്? കഥാപാത്രം ഇതിന്റെ പ്രിമൈസ് അറിയാലോ. 2046 സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. 2046 ഒരു പോലീസ് ഓഫീസറാണ് എൻ്റെ ക്യാരക്ടർ. അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ആക്ച്വലി റൈറ്റിങ്ങിൽ ഇറ്റ് വാസ് എ വെരി സെക്കൻഡറി ക്യാരക്ടർ. പക്ഷെ അത് ചെയ്ത് വന്ന് എഡിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇത് കുറേ ഉണ്ട് എന്നുള്ള പോലെ എനിക്ക് തോന്നി. ദാറ്റ് വാസ് ലൈക്ക് 4 സംഘത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് അബൌട്ട് മസ്തിഷ്ക മരണം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഒരു 20 years ബാക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു 2026. അവിടെ നിന്ന് ആഫ്റ്റർ ഒരു 20 years, അതാണല്ലോ സിനിമ പറയുന്ന ഒരു കഥയും. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റും ഈ സിനിമയും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ there are a lot of times where we see a photo and it's created by AI and it takes us by surprise. അല്ലേ, നമ്മൾ റീസെന്റ് ഒരു ഫേസ് കണ്ടിരുന്നു. നമ്മളൊരു പെങ്കൊച്ചിന്റെ ഫേസ് വാസ് ഗെറ്റിംഗ് വൈറൽ ആൻഡ് വാസ് ക്രിയേറ്റഡ് ബൈ AI. അത് പറയാൻ പറ്റുന്നില്ല, ഫ്രെക്കിൾസും എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇന്ന് തീർന്നു. ഇറ്റ്സ് നോട്ട് റെലവെന്റ് എനിമോർ. അപ്പോൾ ഈ ടെക്നോളജി അതും, ആൻഡ് ഇപ്പൊ ChatGPTയുടെ ലേറ്റസ്റ്റ് വേർഷൻ വാസ് ഡെവലപ്ഡ് ബൈ ChatGPT, വാസ് ക്രിയേറ്റഡ് ബൈ ChatGPT. അപ്പോൾ ദിസ് തിങ് ഇസ് ഗെറ്റിംഗ് മച്ച് മോർ ഫാസ്റ്റർ. ഒരു 1 year ബാക്ക് വരെ AI ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നു. ഇത് ഭയങ്കര എക്സ്പോണൻഷ്യലി ആണ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ഇൻ 2 decades
ഹൗ മച്ച് ക്രേസി ദിസ് വുഡ് ബി. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, ഇതിന്റെ ഹൗ ഇറ്റ് വിൽ ഷേപ്പ് ദ വേൾഡ്, ആൻഡ് ഇറ്റ് വിൽ ഷേപ്പ് ദ വേൾഡ്. അത് ഫ്രം കൃഷാന്ത്സ് പെർസ്പെക്റ്റീവ് ആണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അയ്യോ 2046 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോകുമല്ലോ, ചെറുതായിട്ടൊക്കെ പേടി, ജീവിക്കാൻ പാടായിരിക്കും അല്ലേ, കുറച്ച് പാടായിരിക്കും എന്നൊക്കെ തോന്നും. അതും ഇതൊരു സൈബർ പങ്ക് ആണ്. ലൈക്ക് ദ ടെക്നോളജി ഈസ് ഓൺ ദി ഹയർ സൈഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വെരി ലോ. അങ്ങനെ ഒരു സമയത്ത് ഈ ടെക്നോളജി നമ്മളെ മറ്റേ തിന്നുന്നൊരവസ്ഥ വരുന്നൊരു സാഹചര്യത്തിലോട്ടുള്ള അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടികളാണ് ചെയ്തു വെച്ചത്. അപ്പം ചില സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നമുക്കൊക്കെ തന്നെ പേടിയാവും, ഈശ്വര ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടി പോകുമല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാണ്. ഈ കൃഷാന്തേട്ടനോട് ഓരോ സിനിമ കഴിയുമ്പോഴും നിങ്ങളുടെ ഒരു ബോണ്ടിനെ പറ്റി തന്നെ പറഞ്ഞിരുന്നു. അത് ഓരോ സിനിമയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആവാസവ്യൂഹം, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് പുരുഷപ്രേതം, ഈ സംഘർഷഘടന, 4 സംഘം, ഇതെല്ലാം ഒന്നിനോട് സാമ്യം തോന്നാത്ത രീതിയിലുള്ള സിനിമകളാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ കൃഷാന്ത് എന്ന സംവിധായകന്റെ കൂടെയും ആസ് എ ഫ്രണ്ട് എന്നുള്ള ആളുടെ കൂടെ ഉള്ള ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ രാഹുലേട്ടൻ എങ്ങനെയായിരിക്കും നോക്കുന്നത്? അല്ല, ഞാൻ പുള്ളി പരിചയപ്പെടുന്നത് 2014 അപ്പം അന്ന് ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വന്ന് ഞാൻ വർക്ക് ചെയ്യാണ്, ഫോർഡ് മാഗസീനിൽ ഇൻറ്റേൺ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ കൊച്ചിയിൽ വരുന്നുണ്ട്, നീ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി പിക്ക് ചെയ്ത് ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്പേസിലൊക്കെ ഉണ്ടാക്കി പുള്ളി എനിക്ക് ചുമ്മാ ഒരു സാധനം വായിക്കാൻ തന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ ബൗണ്ട് സ്ക്രിപ്റ്റ് കാണുന്നത്. അത് ആ സിനിമ ഇപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് പുള്ളി പറയുന്ന ഐഡിയാസ് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം പക്ഷേ അന്നത്തെ കൺവെൻഷനലി ഉള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ ഒക്കെ ആയിട്ട് പിന്നെ സിനിമ ചെയ്യുന്നതാണ്. അപ്പം ദർ ഇസ് ദിസ് ഗൈ കമ്മിങ് ഫ്രം ബോംബെ. പുള്ളി പറയുന്ന കഥകളൊക്കെ അന്നും ഇതേ ക്രേസിനെസ് ആ കഥകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അന്നത്തെ കുറച്ച് സ്റ്റാർസിനോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദേ ആർ ട്രസ്റ്റിംഗ് ദിസ് പേഴ്സൺ. കാരണം വൈ വുഡ് ദേ ട്രസ്റ്റ്? പുള്ളി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ ഇന്നും ആ കഥകളെല്ലാം ഭയങ്കര റെലവൻ്റ് ആണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ റീസെൻ്റ് ആയിട്ട് വന്ന പുതിയ പരിപാടികളാണ്. പക്ഷേ ഈ പണ്ട് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട്, അതൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ അന്ന് തൊട്ടേ, കാരണം അഭിനയിക്കാൻ ആഗ്രഹിച്ച് കിടക്കുന്ന നമുക്ക് ഇങ്ങനെ ഭയങ്കര രസമുള്ള കഥകൾ പറയുന്ന ഒരാളെ കിട്ടി. ഞാൻ പിന്നെ അന്ന് പിടിച്ച പിടി ഞാൻ വിട്ടിട്ടില്ല. അല്ല, എങ്ങനെ പുള്ളി കൊളാബറേറ്റീവ് വർക്ക് എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ കുറേ കാലം നമുക്ക് രണ്ടുപേർക്കും പൈസ ഉണ്ടാവില്ല, ആർക്കും പൈസ ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പം മണി ഈസ് സെക്കൻഡറി. നമുക്ക് പൈസയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, ഇത് ചെയ്യാനുള്ള ആഗ്രഹത്തിന് ചെയ്യാം. അങ്ങനെയാണ് ആക്ച്വലി കുറേ കാലം എനിക്കൊന്ന് ആവാസവ്യൂഹം വരെയും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തത്. പിന്നെയാണ് ഈ പറഞ്ഞ എനിക്ക് പൈസയൊക്കെ കണ്ടു തുടങ്ങിയത് അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷേ ഇറ്റ് ഐ ലുക്ക് ബാക്ക് അതൊരു ഭയങ്കര ഓവർവെൽമിങ് ജേണിയാണ്. കാരണം സിനിമ ആഗ്രഹിച്ചെടുത്ത് നിന്ന് നമ്മുടെ സിനിമകൾക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദാറ്റ്സ് വാട്ട് വി ഡ്രീംഡ് ഓഫ്. ഇപ്പം കുറച്ച് കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്, ചില ആളുകൾ നമ്മൾ ഇഷ്ടമുള്ള ഫിലിം മേക്കേഴ്സ് നമ്മളെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രാധാന്യമൊന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പം ഐ വാസ് ലക്കി ഇനഫ് എനിക്ക് മഹേഷ് നാരായണൻ്റെ കൂടെ പേട്രിയോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റി, അമൽ സാറിൻ്റെ കൂടെ ബാച്ചിലർ പാർട്ടിയിൽ. അപ്പോൾ എന്നെ ഒരു ദിവസം രാത്രിയാണ് വിളിച്ചിട്ട് ഒരു ചെറിയ പരിപാടിയാണ്, നാളെ വരുമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു പ്രശ്നമില്ല, ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതെ, അപ്പം ഇതൊക്കെ ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഇപ്പം 2007 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഛോട്ടാ മുംബൈ, ഞാൻ ലാൽ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം ഛോട്ടാ മുംബൈ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അപ്പുറത്തൊരു പടം വന്നിട്ടുണ്ട്, പോസ്റ്ററുകളൊക്കെ കൊള്ളാം, ചുമ്മാ കണ്ടു നോക്കിയിട്ട് ഞാനത് കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ പരിപാടി. പക്ഷേ അന്ന് മറ്റേ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അംഗീകരിക്കുന്നില്ല, ലാൽ സാർ ഫാനായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ പടം കണ്ട് ഞാൻ ഫാസിനേറ്റ് ആയതാണ്. കാരണം മലയാളത്തിൽ അന്നൊരു അങ്ങനൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷമുള്ള പുള്ളിയുടെ ഓരോ സിനിമകൾ അപ്പം അന്ന് തൊട്ടേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫിലിം മേക്കറുടെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുന്നൊരു സന്തോഷമില്ലേ. വി ആർ ഹിയർ ഫോർ ദാറ്റ് ഹാപ്പിനെസ്. അപ്പം അല്ലാണ്ട് ഇപ്പം മറ്റേ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നമ്മൾ. ഒരു റിവാർഡിങ് ജേർണി തന്നെയാണ്. ഈ ഛോട്ടാ മുംബൈ റിലീസ് ഒക്കെ വന്നപ്പോൾ പോയിരുന്നോ? പോയി. ഞങ്ങൾ രാവിലെ 6 മണി വരെ നിരഞ്ജു ഉണ്ടായിരുന്നു, നിരഞ്ജാണല്ലോ പ്രൊഡ്യൂസർ. അപ്പം രാവിലെ 6 മണിക്ക് ഞങ്ങൾക്ക് മസ്തിഷ്കമരണം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്കായിരുന്നു ഷോ. അപ്പം ഞങ്ങളിങ്ങനെ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു. അപ്പം എനിക്കൊരു 3:30-4 മണിയായപ്പോൾ കഴിഞ്ഞു. നിരഞ്ജനൊക്കെ 6 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. എന്നിട്ട് 9 മണിക്കാണ് ഷോ. ഇപ്പം നിരഞ്ജൻ രാവിലെ വിളിച്ചിട്ട് എങ്ങനെയാ ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ നിർബന്ധിക്കാൻ വിളിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ പോയേക്കാം, ഞാൻ പോണ്ടാന്നങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പടം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 തവണ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് 2007 കണ്ടതിനെക്കാട്ടിലും ഞാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഇത്തവണ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ജയിലർ ആക്ച്വലി ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഛോട്ടാ മുംബൈ റിലീസ് കണ്ടപ്പോഴാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. നമ്മൾ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവരും കിടന്ന് ഡാൻസ്, അയ്യോ കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യണമെന്നൊക്കെ തോന്നി. ഇപ്പൊ ശംഭുലേക്ക് വരുമ്പം ഈ കൃഷാന്തിന്റെ കൂടെ ഉള്ള ജേണി തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ 4 സംഘത്തിൽ നിന്ന്
ഇതിലേക്ക് വരുമ്പം കൃഷാന്ത് ദാസ് അതിന് മുമ്പ് ആക്ച്വലി നമ്മള് ക്രയവിക്രയ പ്രക്രിയയിലാണ് ആദ്യം ഒരുമിച്ച് വാസ് മൈ ഫസ്റ്റ് വർക്ക് വിത്ത് കൃഷാന്ത്. അവിടുന്ന് അത് റാൻഡംലി വന്നൊരു സാധനമാണ്. ഞാൻ ആ സമയത്ത് കോവിഡ് തുടങ്ങിയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല, കുറെ നാളായിട്ട് ആക്ട് ചെയ്തിട്ടില്ല ഒന്നിലും. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ത്രൂ വന്നതാണ് ഇങ്ങനെ. അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 3 days or 4 days ഓഫ് ഷൂട്ട്, 0 ബഡ്ജറ്റ് ഒരു വെബ് സീരീസ്. Krishant is doing the camera, he's directing, he's picking up and dropping, he's doing all of it. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനകത്തൊരു സീൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോയി വരുമ്പോഴാണ് എൻ്റെ അടുത്ത് 4 സംഘത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. ദിസ് വാസ് ഇൻ 2020. 2020 ആയിരുന്നു ഫസ്റ്റ് ഡിസ്കഷൻ. പിന്നെ 2024 നമ്മൾ 4 സംഘം ഷൂട്ട് ചെയ്യുന്നത്. 25 ഇറക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ജേണി നോക്കിയാൽ ആസ് എ ഡയറക്ടർ ആൻഡ് ഫ്രണ്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും ആസ് എ പേഴ്സൺ കൃഷാന്തിനെ പറ്റി പറയുക? It was very surprising. I don't know man, like ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം ഹീസ് വെരി കമ്പാഷനേറ്റ്. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹീസ് ടോക്കിംഗ് ടു ആർട്ട്. അവിടെ ഉള്ളവരെല്ലാവരെയും എത്രത്തോളം നന്നായി യൂട്ടിലൈസ് ചെയ്യാം. ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര പക്കയാണ്. ഇറ്റ്സ് വെരി റെയർലിയാണ് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ഡിലേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് ഹിസ് ടീം ഇസ് ദാറ്റ്. സെക്കൻഡ്ലി ഇത്രയും വെറൈറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓണാണ്, ഭയങ്കരമായിട്ട് ഓണാണ്. ആൻഡ് മസ്തിഷ്ക മരണത്തിനകത്ത് ഐ വാസ് വെരി ലക്കി ദാറ്റ് ഐ വാസ് ദെയർ ഫ്രം പ്രീ പ്രൊഡക്ഷൻ. ഞാൻ ഇതിനകത്ത് പ്രീ പ്രൊഡക്ഷനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിക്കുമ്പോൾ തന്നെ വി ആർ ഓൾ ഇൻസൈഡ് ഇറ്റ്, ലൈക്ക് വി ഓൾ റിയലി വാണ്ട് ടു ഡു ഇറ്റ്. ആ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ഐ ഡോണ്ട് നോ. അത് കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള പരിപാടികളുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ലക്കീന. പിന്നെ എപ്പോഴും സെറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് എറർ ആൻറ്റിസിപ്പേഷൻ. അപ്പം നമ്മളിപ്പം ബഡ്ജറ്റ് തീരുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ എറർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് പുള്ളിയുടെ ഒരു വേർഷൻ. അപ്പം നമ്മളിപ്പോൾ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു, അവിടെ മഴ വന്നാൽ എന്ത് ചെയ്യും? മഴ വന്നാൽ ഷൂട്ട് നിർത്തൂല. അപ്പം തലേ ദിവസം എന്നുവെച്ചാൽ എങ്ങനെയാണെങ്കിലും ഈ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിർത്തൂല. അത് എനിക്ക് തോന്നുന്നു എല്ലാ വർക്കിലും ഇട്ടുന്ന ബഡ്ജറ്റിൽ ഇടുന്ന ഡേയ്സിൽ തീർക്കണമെന്ന് എന്തോ നിർബന്ധമുള്ള. ഇപ്പം നമ്മൾ ഇപ്പോൾ രാവിലെ 7 മണിക്ക് കോൾ ടൈം വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പതുക്കെ കൃഷാന്തൻ്റെ സെറ്റ് വരാൻ പറ്റില്ല. 7 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ 7 തൊട്ട് 9 വരെ 3 ഷോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. മറ്റേത് 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ആയി അത് നടക്കില്ല. 7 തൊട്ട് 9 വരെ അത് മണിക്കൂർ വെച്ചിട്ടാണ് ഷോട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം 1 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എങ്ങാണ് അരമണിക്കൂർ ഡിലേ ആയി കഴിഞ്ഞാൽ ചീഫിനെ വിളിക്കും. അരമണിക്കൂർ ഡിലേ ആണ് എന്ന് പറഞ്ഞ് പുള്ളിയാണ് ചാടി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞ സമയത്തും പറഞ്ഞ ബഡ്ജറ്റിലൊക്കെ പരിപാടികൾ തീരുന്നു. അപ്പോൾ എറർ ആൻറ്റിസിപ്പേഷൻ പുള്ളി ഒരു ഭയങ്കര പ്രയോറിറ്റിയാണ്. കാരണം അതാണല്ലോ ഇവിടെ പ്രശ്നം വരുന്നത്. ലൈക്ക് ഇപ്പം മഴയാവാം. ഈ പുള്ളിയുടെ വർക്ക്സിൽ ചെയ്യുന്ന സമയത്ത് ഫോർ സം റീസൺ ഐ ആം നെവർ ബോതേർഡ് അബൌട്ട് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും. അത്രയും സാറ്റിസ്ഫാക്ഷൻ ആണ് ആ വർക്കിൽ. ഐ ഡോണ്ട് കെയർ വാട്ട് ദ റിസൾട്ട് ഇസ്. ഐ ആം ലൈക്ക് എക്സ്ട്രീംലി കമ്പയർ ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ് ഇറ്റ്. 4 സംഘം അങ്ങനെയായിരുന്നു. ലൈക്ക് 4 സംഘം കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഇഫ് ഐ സ്റ്റോപ്പ് വർക്കിംഗ് ഇൻ ദിസ് ഐ എം സ്റ്റിൽ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് 4 സംഘം. ഐ ഡോണ്ട് നോ ഇതിനേക്കാൾ ആർട്ടിക്കുലേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാനത് ആവാസയോഗത്തില് ഞാൻ ഡണ്ണാണ്. ഇനി കിട്ടുന്ന എല്ലാം ബോണസ്. ഇപ്പൊ കിട്ടുന്നത് ബോണസ് ആയിട്ടാണ് കാണുന്നത്. He was used Art of War. I don't think anybody would cast you in that role. സത്യം. അത് വായിച്ചപ്പോൾ കാരണം എനിക്ക് ആ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചു തന്നപ്പോഴത്തേക്കും ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അടുത്ത് കാരണം ഈ നമ്മുടെ ക്രയവിക്രയിൽ ചെയ്ത പോലത്തെ ക്യാരക്ടറാണ് അതിൽ പ്രോട്ടോഗോണിസ്റ്റ്. അപ്പം ഇനി ഇതാണോ എന്നോട് ചെയ്യാൻ പറയുന്നത് ഒരു പേടിയുണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്യേണ്ട, നിങ്ങൾ മറ്റേ ക്യാരക്ടർ ചെയ്യും, അത് നിങ്ങൾ ഇത് ചെയ്തേയില്ലേ, ഇത് നിങ്ങൾ മറ്റേ ചെയ്യാൻ പറയും. അത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ അത് ഞാൻ എങ്ങനെ ആദ്യം എനിക്ക് ഇപ്പം ഈ ക്യാരക്ടർ ആണെങ്കിൽ എല്ലാം എന്നോട് ആദ്യം പറയുമ്പോൾ എനിക്കിത് ഞെട്ടല്ല. കാരണം നമ്മൾ ആദ്യം ഒരാൾ വിളിച്ച കഥ നമുക്കറിയാമല്ലോ, ഇവിടെ കഥ വെക്കുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള അറിയാം. ഇവിടെ അതായിരിക്കില്ല. അപ്പോൾ ഏതാണെന്നുള്ള പേടിയാണ് ആദ്യം എനിക്ക്. ഇത് ലാൻഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ ഇത് പിന്നെ ഇനി എങ്ങനെ ചെയ്യാം എന്നുള്ളത് അത് പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. റെഫറൻസസ് തന്ന് നമ്മൾ ഓരോ പരിപാടികൾ ഇപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്ത് കാണിക്കും. ഇതാണോ അതാണോ. ഇപ്പം ഷൂട്ടിന് മുമ്പേ നമ്മളൊരു പരിപാടിയിൽ ഏകദേശം ലാൻഡായി കാണും, എന്നാലും കുറച്ച് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കും. ചിലപ്പം ഷൂട്ടിന് വന്ന് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ അങ്ങനെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം പുള്ളി എടുത്തോളും. കൂടെ നിന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് ട്രസ്റ്റ് ഹിം. And he give you a lot of space to fail. You are allowed to fail. So because you are allowed to fail, you can come up with new things. It is when you are not allowed to fail, നമുക്ക് അപ്പോൾ മറ്റേ ഉറപ്പുള്ള സാധനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഉറപ്പില്ലാത്ത സാധനങ്ങളും കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഒന്നിച്ച് വർക്ക് ചെയ്ത് അപ്പോൾ ഇറ്റ്സ് വെരി ഈസിയർ ടു ക്രിയേറ്റ് സംതിങ് ന്യൂ വിത്ത് ഹിം. ബിക്കോസ് മറ്റേ സാധനമില്ല. ഇതൊരു
പരീക്ഷയായിട്ട് തോന്നൂല. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ഇറ്റ്. ഇപ്പൊ നായികൻ കഴിഞ്ഞിട്ട് ശംഭുവിനെ നമ്മൾ അധികം അങ്ങോട്ട് സ്ക്രീനിൽ നമ്മൾ വിചാരിച്ചു, അതായത് ആ ഒരു ടൈമിൽ അന്ന് ഈ ഇന്റർനെറ്റ് ഒക്കെ ഇത്ര അങ്ങോട്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ടി വിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈമായിരുന്നു. റിയാലിറ്റി ഷോസ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരുപാട് ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നെ സ്ഥിരം കാണും എന്ന് ഉറപ്പിച്ചൊരു മുഖം പിന്നെ കുറച്ച് നാളത്തെ കണ്ടില്ല. എന്നിട്ട് വീണ്ടും വരുന്നു, ഇതുപോലെ തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാണുന്നു. ഈ ഒരു ടൈമിൽ ശംഭു എവിടെയായിരുന്നു ആൻഡ് എന്തായിരുന്നു സിനിമ ചെയ്യാണ്ട് അത്ര നാളൊക്കെ മാറി നിന്നത്? അതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞോളൂ. അത് ഞാനും അതൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഐ തിങ്ക് ഈ ജേർണിയുടെ ദർ ഇസ് നോ ഫോർമുല ടു ദിസ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെച്വലി സ്ട്രഗ്ലിംഗ് എന്നല്ല ഞാൻ പറയണേ. സ്ട്രഗ്ലിംഗ് ഫേസസ് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെയും സ്ട്രഗിൾസിൽ വി ഓൾ ട്രൈ ടു മേക്ക് സെൻസ് ഓഫ് ആർ ജേർണി ബൈ നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിന്റെ ജേർണി എടുത്തിട്ടോ ഇയാളുടെ ഇങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പാരലൽ വരച്ചു വെക്കും. പക്ഷെ ഇതൊക്കെ ഓൾ ഓഫ് ദിസ് വിൽ ബി പ്രൂവൻ റോങ് ബിക്കോസ് യുവർ ജേർണി ഈസ് ഗോയിങ് ടു ബി യുവർ ഇൻഡിവിജ്വൽ ജേർണി. അപ്പോൾ ദർ ആർ ഗോയിങ് ടു ബി ഹൺഡ്രഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ബൈ വാട്ട് ഹൗ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് അധികം ഓവർ അനലൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എനിക്ക് ആ സമയത്ത് സോളമന്റെ തേനീച്ചകൾ did not do well. സോളമന്റെ തേനീച്ചകൾ took a lot of time to come into production because of COVID. 2018 കഴിഞ്ഞതാണ് നായകൻ. 2019 തുടങ്ങേണ്ട വർക്ക് തുടങ്ങിയത് 22-ലാണ്. 22 തുടങ്ങി കഴിഞ്ഞിട്ട് 22 റിലീസാവും. അത് കഴിഞ്ഞിട്ട് ഫോർ സം റീസൺ ഇറ്റ് ഡിഡ് നോട്ട് ഡു വെരി വെൽ. ആൻഡ് ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് ഡു വെൽ, ഞാനൊരു 1.5 years I was away from എനിക്ക് വേറെ വർക്ക് വന്നില്ല ബേസിക്കലി. അപ്പൊ അതിന് മുമ്പ് വന്നൊരു വർക്കായിരുന്നു നാലര സംഘം സ്റ്റാർട്ടഡ് ഇൻ 2024. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു കാലത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വർക്കുകൾ വരുമായിരുന്നു എന്ന് ചിന്തിക്കും. വി ഡോണ്ട് നോ. നമുക്കിത് ഞാൻ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ വി ആക്ച്വലി ഡോണ്ട് നോ. ഐ എം വെരി ഗ്ലാഡ് നാലര സംഘം കെയിം ദോ. ആൻഡ് ഐ വാസ് റിയലി വെയിറ്റിംഗ് ഫോർ എ വർക്ക് ഇൻ വിച്ച് ഐ വിൽ ഗെറ്റ് ടു വർക്ക്, ലൈക്ക് ആക്ച്വലി വർക്ക്. എന്നെ യൂഷ്വലി കാസ്റ്റ് ചെയ്യുന്നത് മറ്റേ പൊക്കം ഉള്ളതുകൊണ്ടോ ഇങ്ങനെ അല്ലാതെ, ലൈക്ക് നാലര സംഘം വാസ് ആക്ച്വലി എൻ എക്സ്പെരിമെന്റ്. എന്നെ മണിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിന് കാസ്റ്റ് ചെയ്യണമെങ്കിൽ I don't know why he cast me, but like I'm very far away from Manian. I had to walk a long way to get to Manian. Appo adoru it helped me with my confidence also. I loved that I pulled it off. അതിന് ആക്ച്വലി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ ട്രിവാൻഡ്രം പോയി താമസിച്ച്. അതെ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതില് എല്ലാവരും അല്ല, ശ്രീനാഥിന് ഇത് ഇറ്റ് കംസ് നാച്ചുറലി. ആ ഒരു പരിപാടി ഇപ്പം സച്ചിനാണെങ്കിലും പ്രശ്നമില്ല. സഞ്ജുവും കുറച്ച് തെക്കോട്ടും ഇവിടെയൊക്കെ തന്നെ വളർന്ന ആളാണ്. ഇപ്പം ഇവിടെ വളർന്ന ആളല്ല. അയാൾ വന്നിട്ട് ഇങ്ങനൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ പോയി താമസിച്ച് മറ്റേ അവിടുത്തെ പരിപാടികളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് കൃഷാന്ത് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഭയങ്കര സീസൺ ആക്ടറിനെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഹി വോണ്ട് സമ്മൺ ഹൂം ഹി ക്യാൻ വർക്ക് വിത്ത് ആൻഡ് മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പം അങ്ങനെ ആക്ടർ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തു. ഇപ്പം ഈ മസ്തിഷ്ക മരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറിൽ നിന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മസ്തിഷ്ക മരണമായിട്ട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നാലും നമുക്കിങ്ങനെ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് മെമ്മറി മാറ്റിവെക്കുന്നതും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ ഇത് റിലേറ്റഡ് അല്ലാണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഫ്യൂച്ചറിലെത്തി ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ആയി, നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്യുമോ? അത് ലൈക്ക് ആ ഒരു മെമ്മറി ഒരു ചിപ്പിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, ആളുടെ മെമ്മറി അപ്പം ആള് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ആളുടെ മെമ്മറീസ് ആളുടെ ബ്രെയിൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ചിപ്പിൽ ഞാൻ വെക്കും. മേ ബി നമുക്ക് വളരെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ആളുകളുടെ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഗുഡ്. പക്ഷെ വാട്ട് ഇഫ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ശരിയാ. ഇതൊക്കെ ഇത് നമ്മൾ അതായത് നിങ്ങളിപ്പോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ എത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സമ്മതിക്കുമോ? ചിലപ്പോൾ ഇടി കിട്ടും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റിക്വയർസ് ദാറ്റ്. ഐ തിങ്ക് നമുക്കൊരു ഹ്യൂമൻസിന് മാത്രമാണ് ഈ മറ്റേ ആവേർഷൻ ടു ഡെത്ത് ഭയങ്കര ആയിട്ടുള്ളത്. അതായത് മറ്റേ നമുക്ക് മറ്റേ സമയം തീരുന്നവരെ മറ്റേ ജീവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് എനിക്ക് അങ്ങനെ ഇല്ല. ആക്ച്വലി ഐ ആം ഫൈൻ. ലൈക്ക് ഐ ഏതെങ്കിലും പോയിന്റിൽ ഐ തിങ്ക് ഐ ഷുഡ് ദ സ്റ്റോറി ഷുഡ് എൻഡ് എന്നുള്ളത്. അതായത് മരിക്കണതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇല്ല. ചെക്ക് ലിസ്റ്റ് ഒന്നും ഇല്ല. കുറച്ച് നോർമൽ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉള്ളൂ. നന്നായിട്ട് ജീവിച്ച നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ലൈക്ക് ഒരു ദിവസം ഒരു ബുദ്ധിമുട്ടാവരുത്. ഒരു ദിവസം വളരെ ഈസി ആയിട്ട് പോകണം. എന്നാൽ വി ഷുഡ് വർക്ക്. ചുമ്മാ ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ മറ്റേ കിടന്നുറങ്ങുന്ന പരിപാടിയെല്ലാം പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്ത് ഉള്ള സമയം അത്യാവശ്യം ഫാമിലി ആയിട്ടും സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്ത്. ആക്ച്വലി ഞാൻ പണ്ട് എങ്ങനെ ആയിരുന്നു കേട്ടോ, ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇറ്റ് ടുക്ക് മീ എ ലോട്ട് ഓഫ് വർക്ക് ടു ബി മോർ ഇൻ ദ പ്രസന്റ് ആൻഡ് ദെൻ നോട്ട് റിയലി ഫ്രെറ്റ് അബൌട്ട് വാട്ട് ഐ എം ഗോയിങ് ടു ഡു, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
എന്തെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞത് ലോങ് ടേം പ്ലാൻസ് വെക്കുന്നതിനെക്കാട്ടിലും ഐ മേക്ക് ഷോർട്ട് ടേം പ്ലാൻസ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടി. ചിലപ്പോൾ ഒരു ഡേ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, വൈകുന്നേരം ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് പോയി മറ്റൊരു ഡിന്നർ കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ അന്നത്തെ എൻ്റെ അജണ്ട. അത് മതി എനിക്ക്, ഐ എം ഹാപ്പി. രാത്രി എനിക്ക് ലൈഫിൽ ഏറ്റവും പ്രധാനം എൻ്റെ ഉറക്കമാണ്. രാത്രി പോയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണം. അതിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ പിടിക്കില്ല. ഹസിൽ കൾച്ചർ ഒരു ഫാഡാണത്. അത് കാരണം ഞാൻ കോർപ്പറേറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ഇതിനാണോ നമ്മള് ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പൊ അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ഇപ്പൊ ഒരുപാട് വർക്ക് ഒന്നുമില്ല, എല്ലാ ദിവസവും ഒന്നും ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. വർഷത്തിൽ ഒരു 30 ദിവസം ഷൂട്ട് ചെയ്താലും ഞാൻ ഹാപ്പിയാണ്. സിനിമയുടെ അത്രത്തോളം ഒരു ഇഷ്ടം വരാനുള്ള റീസൺ ചോദിച്ചാൽ എന്തായിരിക്കും? അതെ. ഇപ്പം ഈ മസ്തിഷ്ക മരണം ഇത് നേരത്തെ പറഞ്ഞു തിയേറ്ററിന് വേണ്ടി ചെയ്ത ഒരു സിനിമയാണ്. ഇപ്പം കൃഷാന്തിൻ്റെ മറ്റ് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 4.5 സംഘം ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു. സംഘർഷഘടന ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ട് തിയേറ്ററിൽ അധികം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ പുരുഷപ്രേതം OTT ആയിരുന്നു, ഡയറക്റ്റ് OTT. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തി. ആവാസവ്യൂഹം അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഇതാണ് കംപ്ലീറ്റ്ലി കൃഷാന്തിൻ്റെ ഒരു ഫസ്റ്റ് ടൈം തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സിനിമ. ആ ഒരു ഹൈ പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാം കിട്ടുന്നത്. സോ എന്തായിരിക്കും പ്രേക്ഷകർക്ക്, അത് തന്നെ ചോദിക്കാൻ വന്നു, പ്രേക്ഷകർക്ക് എന്ത് ഹൈ ആയിരിക്കും ഈ ഒരു സിനിമയിലൂടെ കിട്ടാൻ പോകുന്നത്? എക്സാക്ട്ലി ദ വേർഡ്. ഒരു ഹൈ, പല ഹൈ ഉണ്ട്, തിയേറ്റർ മൊമെന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം വിഷ്വലി ആണെങ്കിലും സൗണ്ടിങ് ആണെങ്കിലും ഒക്കെ ഇത്തവണ മറ്റേത് ഞാൻ നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല. എനിക്കൊന്ന് ഇന്നിപ്പം വിളിച്ചപ്പോഴും ദേ ആർ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് ബെറ്റർ. ഇത് തിയേറ്ററിൽ എങ്ങനെ ഇന്ന് ഡബുണ്ട്, ഇപ്പൊ കറക്ഷൻ ഉണ്ട്. ലൈക്ക് ദാറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. അതിനെ അത്രയും റിഫൈൻ ചെയ്തിട്ടാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞാൻ തിയേറ്ററിക്കൽ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരും എന്ന് തന്നെയാണ് എക്സ്പെക്ടേഷൻ. യു വിൽ സി, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമ തരും, അത് ഗ്യാരണ്ടി. ഫ്യൂച്ചറിലെത്തുമോ നമ്മള്? യെസ്, കാരണം ആദ്യം ഒരു കുറച്ച് നേരം ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട് ഈ പറഞ്ഞ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഓക്കെ, അത് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട. കാരണം നമ്മൾ ഒരു ഫ്യൂച്ചർ കൊച്ചിയിൽ മാത്രമല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, വേറെ പുറം രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാനൊക്കെ ഇതെങ്ങനെ കൊച്ചിയായിട്ട് ആളുകൾ കൺവിൻസ് ആവും. പക്ഷേ ഇതിൽ വർക്ക് ചെയ്ത ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒരു 10 minutes കണ്ടിട്ട് ഞാൻ കൺവിൻസ് ആയി. അപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകർ കൺവിൻസ് ആവാനുള്ള പരിപാടികൾ അതിനകത്ത് ഒരു വേൾഡ് ബിൽഡ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ലാഫറായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. കാരണം ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയാണ്. അപ്പം അത് ലാൻഡ് ആവും. ഈ ഒരു വേൾഡിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതൊക്കെ ലാൻഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിനെ പറ്റിയിട്ടേ ഉള്ളിൽ നിന്ന് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് ഐ ആക്ച്വലി ടെൽ യു വൈ യു ഷുഡ് വാച്ച് ദിസ്, ഐ വിൽ ബി ടെല്ലിങ് യു എ ലോട്ട് ഓഫ് പ്ലോട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അല്ല, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഐ മീൻ ആ ഒരു സർപ്രൈസ് എലമെന്റ് കളയണ്ട. അല്ലല്ല, അത് കളയണ്ട. അത് എനിക്ക് ഇപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. എന്താണ് ഇതിലുള്ളത്? വളരെ ഒരു പ്രതീക്ഷയില്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് പോയി കണ്ടു. പ്രതീക്ഷ ഉണ്ട് ഓൾറെഡി. കൃഷാന്ത് മൂവി എന്ന് പറയുമ്പോൾ തന്നെ കൃഷാന്ത് മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ട്. അത് അതിന്റെ ഭയങ്കര ഒരു ഫാനാണ്. പോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അത് ആവാസവ്യൂഹം മുതൽ ഞാൻ IFFKയിലാണ് ആവാസവ്യൂഹം കാണുന്നത്. അന്ന് അതിന് കൃഷാന്തേട്ടൻ അവാർഡും കിട്ടിയിരുന്നു. അന്ന് ആ സിനിമ ഞാൻ നോട്ട് ചെയ്തു, ആ പേരും നോട്ട് ചെയ്തു. അടുത്ത പുരുഷപ്രേതം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ പേരുടെ അടുത്ത് പറഞ്ഞു, ഇന്നയാളുടെ സിനിമയാണ് കണ്ടു നോക്കുന്നൊക്കെ പറഞ്ഞു. ആ സിനിമ ഞാൻ ഏതൊക്കെ ഫ്രണ്ട്സിൻ്റെ ആ സിനിമ റെഫർ ചെയ്തോ റെക്കമെൻഡ് ചെയ്തോ എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് അങ്ങനെയാണെങ്കിൽ ആവാസവ്യൂഹം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഞാൻ പറയും ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പം ആവാസവ്യൂഹം വായിച്ച അതേ അവസ്ഥയായിരുന്നു എനിക്കിത് വായിച്ചപ്പോഴും. കാരണം ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു, കാരണം അങ്ങനൊരു തോട്ടാണ്. ഞാനും ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്ത് ആവാസവ്യൂഹത്തിൽ അപ്രോച്ച് ചെയ്ത പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാനായിട്ട് വേറെ പ്രപ്പൊന്നും ചെയ്യുന്നില്ല, ചെല്ലുക, പുള്ളി പറയുന്ന പരിപാടി ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആവാസവ്യൂഹം കഴിഞ്ഞിട്ട് ഒരു ഈക്വലി ക്രേസി, എന്നാൽ ദിസ് ടൈം ഇറ്റ്സ് ഫോർ തിയേറ്റേഴ്സ്. 4 സംഘം വി ആക്ച്വലി ഷോട്ട്, അതിന്റെ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഷൂട്ട് ചെയ്തത് ദിസ് ഇസ് ഫ്രം ദ ഓൺസെറ്റ് ഓഫ് ഇറ്റ് വി ന്യൂ ദാറ്റ് ഇത് തിയേറ്റർ ഫിലിമായിട്ട് മാത്രം തന്നെ എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ OTT ഡയറക്റ്റ് റിലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പൈസ പറഞ്ഞാലും പുള്ളി കൊടുക്കില്ല. കാരണം ഇത് തിയേറ്ററിന് വേണ്ടി ചെയ്തതാണ്. പുരുഷപ്രേതം അങ്ങനെ ചെയ്തതല്ല ആക്ച്വലി. അതുകൊണ്ടാണ് മറ്റേത് OTT ആണെങ്കിലും ഡയറക്റ്റ് റിലീസ് ആണെങ്കിലും. പിന്നെ ആ സമയമായിരുന്നു എനിക്കൊന്ന് OTTs അങ്ങനെ സിനിമകൾ എടുക്കുന്ന സമയം ആയിരുന്നില്ല. എനിക്കൊന്ന് ഒരു ഡയറക്റ്റ് OTT റിലീസ് വന്ന അവസാനത്തെ മലയാള സിനിമ ആയിരിക്കും പുരുഷപ്രേതം തോന്നുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ വേറെ സിനിമകൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു.
അപ്പം പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആണെങ്കിലും സമ്മതിക്കില്ല. ഇത് തിയേറ്ററിൽ തന്നെ ആളുകൾ കാണണം. കാരണം ഒരു കളക്റ്റീവായിട്ടിരുന്ന് കാണുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ, അത് ഈ സിനിമയിൽ നിന്ന് കിട്ടും. എക്സൈറ്റഡ് ആണ്. പ്രോപ്പർ കമ്മ്യൂണിറ്റി വാച്ച് ആണത്. അതിന് രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. വെൻ യു വാച്ചിങ് ഇറ്റ് അലോൺ ഇറ്റ്സ് ഡിഫറെന്റ്, വെൻ യു വാച്ചിങ് ഇറ്റ് അതർ പീപ്പിൾ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇത് ചിലപ്പോൾ OTT വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണുന്ന അത്രയും ഫൺ ഉണ്ടാവും എനിക്കറിയില്ല. ഐ മീൻ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 18 to 35 ഒക്കെയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ക്രൗഡ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. ഓക്കെ, അപ്പം എന്താണ് വേറെ ഇനി വർക്ക്സ് അടുത്ത വരാനുള്ളതൊക്കെ ഏതൊക്കെയാണ്? എനിക്കിപ്പോ പ്രശാന്തേട്ടൻ്റെ നമുക്ക് എല്ലാവർക്കും അതാണ് എല്ലാ വർഷവും പടം ഉണ്ടാവും. അല്ല, ഞാൻ രാഹുലേട്ടൻ ഇതിപ്പോ 3ാമത്തെ വട്ടം നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. എല്ലാ തവണയും ഒരു പരിപാടി, എല്ലാ വട്ടവും പ്രശാന്തേട്ടന്റെ അത് തൊഴിലുറപ്പാണ്. നമ്മള് മറ്റേ ഫീൽഡ് ഔട്ട് ആയിരുന്ന ഒരു കാലത്തും തോന്നില്ല. അല്ലാണ്ട് ഞാൻ പേട്രിയോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഏപ്രിൽ റിലീസാണ്. ബാച്ചിലർ പാർട്ടി 2 ഒരു ചെറിയൊരു ദിവസത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള എല്ലാം വലിയ വലിയ ഞാൻ ആ മൂലയ്ക്ക് അതുവഴി പോയിട്ടുണ്ടോന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയും. ഫിലിം എനിക്കും ഭയങ്കര 2 സിനിമകൾ ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്. പിന്നെ ബാക്കി സംസാരങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. രസമുള്ളൊരു 1-2 പരിപാടികൾ അതിങ്ങനെ അപ്പം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളായിരിക്കും ക്യാരക്ടർ. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അതെ അവർക്ക് കാശ് വന്നു എന്നൊക്കെ പറയും. ഓൾവേസ് ഹാപ്പൻസ്. ഇത് 2 ഇറങ്ങാനുള്ളത്. പിന്നെ കൃഷ്ണാന്തന്റെ പുതിയ പടം എനിക്കൊന്നൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഈ പറഞ്ഞ ജൂൺ ജൂലൈയിൽ തുടങ്ങുന്ന പ്രൊജക്റ്റ് ആയിരിക്കും നെക്സ്റ്റ്. അതല്ലാതെ ഒരു couple are in discussion stages. Something should happen hopefully. ഇപ്പം മൂവീസിനായിട്ട് ട്രൈ ചെയ്യുന്ന ഓഡീഷൻസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇഷ്ടം പോലെ. അല്ല, അത് എപ്പോഴും ചെയ്യണം. ചെയ്യാതിരിക്കില്ല. കാരണം ഒരു ഓഡീഷൻ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എവറി ആക്ടർ ഷുഡ് ഡു ഇറ്റ്. കാരണം ഒരു ക്യാരക്ടറിന് ചേരുവോ നോക്കാനാണല്ലോ ഓഡീഷൻ ചെയ്യുന്നത്. അത് എപ്പോഴാണെങ്കിലും ചെയ്യാൻ. അത് ഇപ്പോൾ ഭയങ്കര സർവ്വസാധാരണമാണ്. ഇഷ്ടംപോലെ ഓഡീഷൻ, എല്ലാ ഓഡീഷൻസും ത്രൂ തന്നെയാണ് കിട്ടുന്നതും. ഇപ്പോൾ കൃഷ്ണാന്തന്റെ വർക്കിൽ നമ്മൾ ഇത്രയും ടൈം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓഡീഷൻ കൊടുക്കാതിരുന്നത്. അത് പുള്ളി നമ്മളോട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ മൈൻഡിൽ നമ്മൾ ഓഡീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുമ്മാ ചിലപ്പോൾ ചായ കുടിക്കായിരിക്കും, കഥ പറയുകയായിരിക്കും, പക്ഷെ അവിടെ ഓഡീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാവരോടും പുള്ളി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഹി സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിസ് ആക്ടേഴ്സ്. അപ്പം അവരുടെ നമ്മൾ ഇപ്പം ഒരു ഓഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 1 ഹാർട്ട് ബീറ്റ് എങ്കിലും കൂടുതലുണ്ടോ, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ കാഷ്വലായിട്ട് പോലും സംസാരിക്കുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് പുള്ളി ഓഡീഷൻ നടത്തുന്നത്. എനിക്ക് 4 സംഘത്തിനായിരിക്കും, അല്ലാണ്ട് മറ്റേ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് വൈഡായിട്ട് ഓഡീഷൻ നടത്തി. അല്ലാണ്ട് എല്ലാം പുള്ളി 1-on-1 തന്നെയാണ്. രജിഷയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? രജിഷയായിട്ട് ആക്ച്വലി എനിക്ക് 2 സീന് പുള്ളിക്കാരിയുടെ കൂടെ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഹർ, ഷീ ഈസ് എ ബിഗ് ഫിഗർ അല്ലേ. മറ്റേ ഷീ ഈസ് വർക്ക് വിത്ത് മാരി സെൽവരാജൻ. ഇപ്പം ഞാൻ പുള്ളിക്കാരിയെ ഐ റിയലി ലൈക്ക് ഹർ ഫ്രം ഞാൻ കൊച്ചിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് മറ്റേ പടം ഇറങ്ങുന്നത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയിലെ അനുരാഗ് കരിക്കിൻ വെള്ളം. ആൻഡ് ഐ റിമെമ്പർ ഐ ഓഡിഷൻ ഫോർ എ ക്യാരക്ടർ അനുരാഗ് കരിക്കിൻ വെള്ളം. എനിക്ക് ഓർമ്മയില്ല ഏത് ക്യാരക്ടറാണ്, എനിക്ക് പിന്നെ കിട്ടിയില്ല അത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മൂവി പോയി കണ്ടപ്പോഴാണ് ഐ സോ ഹർ ആൻഡ് ഐ റിയലി ലൈക്ഡ് ഹർ ആൻഡ് ഐ ഫിഗർഡ് ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ ഗോട്ട് എ സ്റ്റേറ്റ് അവാർഡ് ആൻഡ് ഓൾ. അത് കഴിഞ്ഞിട്ട് ഐ ബീൻ ഫോളോയിങ് ഹർ, ഐ ഓൺലി സീൻ ഹർ ഓൺ സ്ക്രീൻ. അപ്പൊ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഞാൻ ഇച്ചിരി ഹെസിറ്റന്റ് ആയിരുന്നു സംസാരിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഷീ ഹാസ് എൻ ആർമി ബാക്ക്ഗ്രൗണ്ട്. മൈ ഫാദർ വാസ് ഇൻ ദി എയർഫോഴ്സ്. അപ്പൊ അങ്ങനെ വി കണക്റ്റഡ് ആൻഡ് വി സ്പോക്ക് എ ലോട്ട്. ഭയങ്കര ടാലന്റഡ് ആക്ട്രസ് ആണ്, വെരി ടാലന്റഡ് ആക്ട്രസ്. നമുക്ക് ആക്ച്വലി മോണിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി ബി സർപ്രൈസ്ഡ് ബൈ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഷീ ബ്രിങ്സ് ഓൺ ടു എ ക്യാരക്ടർ, ടു എ സീൻ. പുള്ളിക്കാരുടെ സജഷൻസും ഭയങ്കര കിടലാണ്. എനിക്ക് കുറേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും കൂടുതൽ. പക്ഷേ സച്ച് എ ടാലന്റഡ് ആക്ടർ, ഗുഡ് ടു വർക്ക് വിത്ത്. യു ഹാവ് എ ലോട്ട് ഓഫ് കോമ്പിനേഷൻ വിത്ത് ഹർ. എനിക്ക് ഏറ്റവും കൂടുതൽ നിരഞ്ജനാണ്. കുറച്ചുണ്ട്, ഒന്നും അങ്ങോട്ട് വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് റിലീസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എല്ലാവരും കൂടെ കേട്ടൊക്കെ ഇരിക്കാം. എന്തായാലും എല്ലാ വിശ്വസും എന്താ പറയുക, സിനിമ വലിയ വിജയം തന്നെ ആവട്ടെ. ഇപ്പൊ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കൃഷാന്തന്റെ ഫസ്റ്റ് ഇത്രയും ഒരു തിയേറ്ററിക്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു സിനിമയാണ്. വിചാരിച്ചൊരു വിജയം തന്നെ, എക്സ്പെക്ട് ചെയ്യുന്നൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ. ഞാൻ ഒരുപാട് നല്ലത് പറയുന്ന പോലെ അല്ലേ? അതല്ലേ? ഓക്കെ, കുറച്ച് കുറയ്ക്കാം. എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ, ഗംഭീര വിജയം തന്നെ ഉണ്ടാവട്ടെ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾക്ക് തിയേറ്റർ വിസിറ്റ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ പടം കണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ എല്ലാവരും കയ്യടിയൊക്കെ, അല്ല കയ്യടിയാവണോ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒന്ന് ഞെട്ടാനുള്ളൊരു സാധനം കിടപ്പുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് കാണണം, നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മൾ ഫുൾ ടീമായിട്ട് തിയേറ്റർ വിസിറ്റ് ചെയ്യാനിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.